ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ നല്ല കാറ്റും മഴയാണ്. പക്ഷേ ഈ ചൂടിൽ നിന്നൊക്കെ മാറി നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പം. രാവിലെ മഴയത്തൊക്കെ നോക്കിക്കാൻ നല്ല രസമാണ്. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ എപ്പോഴും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉപ്പും മുളകും സീരിയൽ കണ്ടുകൊണ്ട് മാത്രമേ കഴിക്കത്തുള്ളൂ. അതില്ലാതെ എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. ഇപ്പം കറണ്ട് ഇല്ലാതെ വന്നാൽ ഞാൻ എൻ്റെ മൊബൈലിൽ ആ സീരിയൽ വെച്ച് കാണും. എന്തോ ഞാനതിനോട് അത്ര അഡിക്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ തമാശ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വിചിത്ര സ്വഭാവം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. അപ്പം രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് ആദ്യമായിട്ട് വെഡ്ഡിങ് കാർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഷോപ്പിലേക്കാണ് പോകുന്നത്. രാവിലത്തെ ആ മഴയെല്ലാം മാറി ഇപ്പോൾ ഒരു വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല കാഴ്ചകളാണ്. തിരുവല്ലയിലുള്ള ഒരു കടയിലാണ് പോകുന്നത്. അവിടെ ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കണം കാർഡ്സൊക്കെ ഉണ്ടോയെന്ന്. കണ്ടില്ലേ, നല്ല നല്ല സ്ഥലങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ പകുതിയായപ്പോൾ മഴ പിന്നെയും തുടങ്ങി. നല്ല ചാറ്റൽ മഴയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ ധൃതി പിടിച്ചോടുന്നതും എല്ലാവരും മഴക്കോട്ടൊക്കെ ഇട്ട് വഴിയിലൊക്കെ ഇറങ്ങി നിൽക്കുന്നതും അതെല്ലാം ഈ മഴക്കാലത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണ്. അപ്പം ഞങ്ങൾ ഷോപ്പിലേക്ക് എത്താറായി. കണ്ടില്ലേ ട്രെയിൻ പോകുന്നത്. ഇവിടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. അതാണ് ഷോപ്പ്. നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ ഷോപ്പിലെത്തി. പക്ഷേ അവിടെ കാർഡ്സൊന്നും സ്റ്റോക്കില്ല. അങ്ങനെ വേറൊരു ഷോപ്പിൽ ഞങ്ങൾ പോയി. പക്ഷേ അവിടെ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല നല്ല കാർഡ്സ് ഉണ്ടായിരുന്നു. ഇതിലൊരു കാർഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതേതാണെന്ന് സർപ്രൈസായിട്ട് വെക്കുകയാണ്. നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഏതാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന്. അപ്പം ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ചെന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ വീട്ടിലോട്ട് പോവാണ്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ് രണ്ട് സൈഡിലും ഉള്ളത്. നല്ല നെൽപ്പാടങ്ങളൊക്കെയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം മമ്മി അവിടെ മാങ്ങാക്കറി വെക്കുകയാണ്. ഇതെല്ലാം അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാങ്ങയാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുതരും. അപ്പോൾ ഇന്ന് മാങ്ങാക്കറിയാണ് വെക്കുന്നത്. അപ്പം മാങ്ങാക്കറി കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ണണം. അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഇനിയും ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ കിടക്കുന്നു. ഇതിവിടുത്തെ സ്ഥിരം ഒരു അതിഥിയാണ്. ഇവിടെ വളർത്തുന്നൊന്നുമല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞ് പഠിക്കാനിരുന്നു. ലക്ഷ്യയുടെ ക്ലാസ്സാണ്. കണ്ട് നോട്ട്സൊക്കെ എഴുതിയെടുക്കുകയാണ്. ശരിക്കും അവരുടെ ക്ലാസ് ഒത്തിരി നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. നോട്ട്സൊക്കെ ആയാലും കൃത്യമായിട്ട് കുറേ വട്ടം അവർ പറഞ്ഞു തരും. ഞാൻ അവരുടെ നോട്ട്സാണ് ഇടയ്ക്കൊക്കെ കാണുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് അവരുടെ യൂട്യൂബ് ക്ലാസ് എടുത്ത് കാണും. നല്ല എഫക്റ്റീവായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ നോട്ട്സൊക്കെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ് സാർ എടുക്കുന്നത്. ഒത്തിരി ടഫായിട്ടുള്ള ഭാഗമാണ്. ഇപ്പോൾ എലക്ഷനൊക്കെ വന്നതുകൊണ്ട് അതിനകത്തു നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ വരും. പിന്നെ ഭരണഘടനയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് നല്ലതായിട്ട് പഠിക്കണം. നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു ഭാഗം തന്നെയാണത്. അങ്ങനെ ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പം ഞങ്ങളുടെ പശുക്കൂട്ടിൻ്റെ മുകളിലത്തെ തട്ടിൽ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. 3-4 കുഞ്ഞുങ്ങളും ഉണ്ട്. അന്നേരമാണ് ഞങ്ങളത് കണ്ടത്. ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം
ഇങ്ങനെ അമ്മയെ പറ്റി കിടക്കുകയാണ്. ലൈറ്റ് അടിച്ചപ്പോൾ അത് പോകുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4 മണിയായപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായയുടെ കൂടെ ഇന്ന് കഴിക്കാനുള്ളത് അവൽ നനയിച്ചതുണ്ടായിരുന്നു. അതാണ് കഴിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് സന്ധ്യയായി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. താങ്ക് യു.